അപ്പോൾ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ അറിവുകളും ശാസ്ത്രപരമായും ചരിത്രപരമായും നിലനിൽക്കുന്ന എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൈം ട്രാവൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ടൈം ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലായി ഒരു മാറ്റവും സംഭവിക്കാതെ ഭാവി കാലത്തേക്കോ ഭൂതകാലത്തേക്കോ സഞ്ചരിക്കുന്നതിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ടൈം ട്രാവലിനെ കുറിച്ച് വളരെയധികം സയൻസ് ഫിക്ഷൻ നോവലുകളും സിനിമകളും ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണ്? മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്തത് എന്നായിരുന്നു ടൈം ട്രാവലിനെ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി രൂപം കൊള്ളിച്ച സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ടൈം ട്രാവലിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ടൈം ഡയലേഷൻ എന്ന വസ്തുത. ടൈം ഡയലേഷൻ എന്താണെന്ന് നോക്കാം. ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ വേഗത കൂടുന്തോറും സമയം കുറയും. വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന സൂപ്പർ പവേഴ്സ് ഉള്ള സൂപ്പർ ഹീറോസിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിലെ സീനുകളിൽ ഇവർ വേഗത്തിൽ ഓടുന്ന സമയത്ത് ബാക്കി നിൽക്കുന്നവരെല്ലാം നിശ്ചലമായി നിൽക്കുന്നത് കാണാം. ഇതുതന്നെയാണ് ടൈം ഡയലേഷൻ. വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ സമയം ചെറുതാവും. വേറെ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾ ഒരു സ്പേസ് ഷിപ്പിൽ പ്രകാശവേഗത്തിൽ ഭൂമിക്ക് വെളിയിൽ കടന്നു. എന്നിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രായം 20 വയസ്സ്. പക്ഷേ നിങ്ങളുടെ സഹപാഠികൾക്കെല്ലാവർക്കും 65 വയസ്സ് കഴിഞ്ഞിട്ടിരിക്കും. കാരണം നിങ്ങൾ ഭൂമി വിട്ട് വെളിയിൽ കടന്നപ്പോൾ നിങ്ങൾക്ക് 5 വർഷം മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഭൂമിയിൽ 50 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ടൈം ഡയലേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ടൈം ട്രാവൽ നടത്തേണ്ടത്. വെളിച്ചത്തിൻ്റെ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ നമുക്ക് ഭാവിയിലേക്ക് നിഷ്പ്രയാസം നമ്മുടെ പ്രായം കൂടാതെ നിലവിലുള്ള ഫിസിക്കലായി ഒരു ചേഞ്ചും സംഭവിക്കാതെ തന്നെ ഭാവിയിലേക്ക് എത്താവുന്നതാണ്. പക്ഷേ വെളിച്ചത്തിൻ്റെ വേഗതയെ മറികടക്കാൻ സാധിച്ചാലോ നമ്മൾ ചെല്ലുന്നത് പാസ്റ്റിലേക്കായിരിക്കും. അതെ, ടൈം റിവേഴ്സായി കറങ്ങാൻ തുടങ്ങും. പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ നടത്തണമെങ്കിൽ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് സോൾവ് ചെയ്യണം. ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ, ഫാദർ, ഗ്രാൻഡ് സൺ. ഈ ഗ്രാൻഡ് സൺ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയി ഗ്രാൻഡ് ഫാദറിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഫാദർ ഉണ്ടാവില്ല, പിന്നെ ഗ്രാൻഡ് സണ്ണും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രാൻഡ് സൺ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുക? ഇതാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഇതൊരു സൈക്കിളായി തുടരും. പാസ്റ്റിലേക്ക് യാത്ര ടൈം ട്രാവൽ നടത്തണമെന്നുള്ളതിന് തടസ്സമായി നിൽക്കുന്ന ഒരു വസ്തുതയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഇത് ആർക്കും ഇന്നേ വരെ സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കോസാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവാൻ കാരണം, അതിനെയാണ് കോസാലിറ്റി എന്ന് പറയുന്നത്. ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് പെയിൻറ് നിലത്തോട്ട് ഒഴിച്ചു കളഞ്ഞു, പിന്നെ ആ പെയിൻറ് ഒരിക്കലും ആ പാത്രത്തിൽ തന്നെ വന്നിരിക്കുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിലേ അത് സംഭവിക്കൂ. ബിഗ് ബാങ് മുതൽ ലോകം ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു ഓർഡറിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടൈം ട്രാവൽ ഇപ്പോഴും ഒരു ഹൈപ്പോത്തിസിസ് തിയറിയാണ്. ഇത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രശസ്ത ഫിസിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നതും ഇങ്ങനെ: പാസ്റ്റ് ടൈം ട്രാവൽ പോസിബിൾ ആണെങ്കിൽ ഭാവിയിൽ നിന്ന് എപ്പോഴേ പാസ്റ്റ് ടൈം ട്രാവലേഴ്സ് നമ്മുടെ അടുത്തേക്ക് വന്നേനെ. പക്ഷേ അങ്ങനെ ഒരു കേസും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ പാസ്റ്റ് ടൈം ട്രാവൽ പോസിബിൾ അല്ല. ഭാവിയിൽ ഗ്രാൻഡ് ഫാദർ പാരഡോക്സും കോസാലിറ്റിയും എല്ലാം സോൾവ് ചെയ്താലും പാസ്റ്റ് ടൈം ട്രാവൽ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ പോസിബിളാണ്. മനുഷ്യനെ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ ഇനി അധികം നാളുകളൊന്നും വേണ്ട.
ഇപ്പോൾ തന്നെ 27,000 km/h വരെ മനുഷ്യന് സഞ്ചരിക്കാം. ഭാവിയിൽ ചിലപ്പോൾ 3 ലക്ഷം km/s മനുഷ്യൻ സഞ്ചരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണ്. ഭാവിയിൽ ടൈം ട്രാവലിൻ്റെ പുതിയ സാധ്യതകൾ നമുക്ക് ശാസ്ത്രലോകം തുറന്നു തരും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ സമാപിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.